കുറെ എക്സൈറ്റ്മെന്റ് ഇനി വരും തലമുറയ്ക്ക് പബ്ലിക് ഡേ ഇങ്ങനെ അടച്ചിട്ട് തുറക്കുമ്പോ ബുർജ് ഖലീഫ അടയ്ക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഫ്ഷ വ്ലോഗ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഔട്ടിങ് പോയ ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ രണ്ടുപേരോട് ചേർന്ന് ദുബായിൽ ഒരു വ്ലോഗ് ചെയ്യുന്നത്. നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള വ്ലോഗ്സ് കാണാൻ പറ്റും. മെയിൻലി നമ്മുടെ രണ്ടുപേർക്കിടയിൽ ഉണ്ടാകുന്ന കുറച്ച് ഫണ്ണി മൊമെൻറ്റ്സ്, കാര്യങ്ങൾ, ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമുക്ക് ഈ ഒരു വ്ലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ ലേറ്റർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വളരെ രസകരമായിട്ടുള്ളതും ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുള്ളതും ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, അത് സ്കിപ്പ് അടിക്കാതെ നിങ്ങൾ എന്തായാലും കാണുക. കുറെ എക്സൈറ്റ്മെന്റ് ഇനി വരും തലമുറയ്ക്ക്. ഇന്നത്തെ ചൂടെന്ന് പറഞ്ഞാൽ 50 ഡിഗ്രി ചൂടാണ്. ഞങ്ങളിപ്പോൾ ദുബായ് ദേറയിലാണുള്ളത്. ഇപ്പൊ നേരെ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ചൂട് എങ്ങനെയുണ്ട്? വിയർക്കുന്നുണ്ടല്ലോ നല്ലതായിട്ട്. നമുക്ക് പിന്നെ കാഴ്ചകൾ കണ്ട് പോകുന്നതുകൊണ്ട് ചൂടൊന്നും നമുക്ക് എന്തിനാ മുഖം മറച്ചു വെച്ചേക്കുന്നത്? സൺകിസ്ഡ് ചെയ്യാതിരിക്കാൻ. സിഗ്നൽ കളനും പോലീസും കളിക്കാം, തൂക്കി കളിക്കാണോ? സിഗ്നലൊന്നും കാണാണ്ട് ഓടുന്ന തന്നെ. ഇതാണ് റിഗ നഗരം. അവര് നടന്നെന്ന് പറഞ്ഞ് നടന്നിട്ട് 500 ദിറംസ് എടുത്ത് വെച്ചു നടക്കാണ്. ഞങ്ങൾ റിഗ മെട്രോ സ്റ്റേഷനിൽ മെട്രോയിൽ കയറാൻ നോൾ കാർഡും ഇല്ല, ടിക്കറ്റും ഇല്ല. നോൾ കാർഡ്. ഹൗ മച്ച് ഫോർ ദ നോൾ കാർഡ്? 25 for 1. അങ്ങനെ ഞങ്ങൾ നോൾ കാർഡ് റീചാർജ് ചെയ്ത് നീ എവിടെ പോവാ? മെട്രോ കയറാൻ പോവാ. എക്സിറ്റിലോട്ടാണ് പോകുന്നത്. മെട്രോ കയറാൻ പോവാ. നിങ്ങൾ മെട്രോയിൽ വന്ന് മെട്രോ റീചാർജ് ചെയ്തിട്ട് പോവാണ്. മെട്രോയിൽ പോ. ഓക്കെ. ട്രെയിൻ എന്തെയ്യുന്നു? ട്രെയിൻ റോഡിൽ കൂടെ പോകുന്നത്. കാർഡ് ടാപ്പ് ചെയ്യാൻ അറിയാം. ഇതാണ് ദുബായ് മെട്രോ നോൾ കാർഡ്. കാർഡ് 25 ദിറംസ്. ഒരു കാർഡിൽ 19 ദിറംസ് ബാലൻസ് ഉണ്ട്. അതെ, 19 ദിറംസ് കാണിച്ചു. ആ ഡയലോഗ് ഒന്നുകൂടെ പറഞ്ഞേ. പറഞ്ഞ ഡയലോഗ് പറഞ്ഞ തകുലഗ്ന 3 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അമ്മച്ചി കാശിക്ക് പോയി ഇറങ്ങിയതാ. എന്റെ ഭർത്താവിനെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് അറിയാമോ? അറിയില്ല, ഒന്ന് പറയോ ഗൈസ്? എനിക്ക് സർപ്രൈസ് ആയിട്ട് ബുർജ് ഖലീഫ ബർദുബായി പോയി ഒരു ചായ കുടിക്കും, നമ്മൾ നേരെ തിരിച്ച് റൂമിൽ പോകും. അല്ലാണ്ട് എങ്ങും പോത്തൊന്നുമില്ല. മറ്റേ ഇങ്ങനെ അടച്ചിട്ട് തുറക്കുമ്പോ ബുർജ് ഖലീഫ അടയ്ക്കാം. ലക്ഷറി ലൈഫ് നയിച്ച് കൊച്ചിന് മെട്രോയിലൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ബുർജ് ഖലീഫ ബാക്കിൽ. അയ്യോ, അത് തൊര കണ്ടില്ലേ ബുർജ് ഖലീഫ? ദുബായിൽ വന്നിട്ട് ബുർജ് ഖലീഫ കണ്ടിട്ടില്ല. المحطة القادمة هي Next station is Burj Khalifa. Metro Shuba Al-Aqariya. The final destination of this train is Center Point. എടിയ അൽഖുദ്രയിലേക്ക് ട്രാം ഉണ്ട്. ട്രാം എന്താണെന്ന് അറിയത്തില്ലേ? കുതിര. അങ്ങനെ ഞങ്ങൾ മറീന ദുബായ്. ഇതാണ് ദുബായ് ട്രാം. ഇപ്പോൾ നിൽക്കുന്നതാണ് ദുബായ് മറീന. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ ലക്ഷറീസ് ആയിട്ടുള്ള ബിൽഡിങ്സുകൾ, ലക്ഷറീസ് ആയിട്ടുള്ള ഷോപ്പിംഗ് മാൾ. ഒരു ഡൗൺ ടൗൺ കഴിഞ്ഞാൽ ഒരു എൻഡ് ഓഫ് ദ ലക്ഷറി എന്ന് മറീനനെ തന്നെയാണ് പറയുന്നത്. അത്രയധികം ലക്ഷറീസ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് കൂടാണ്ട് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ട്രാമിലാണ്. ഈ ട്രാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ട്രാം ഏകദേശം 10 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുകയാണ്. അതായത് ദുബായ് മറീന, പാം ജുമേറ, അൽസൂഫ് ഈ ഒരു ലൊക്കേഷനിൽ ഏകദേശം 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ട്രാം ലൊക്കേറ്റ് ചെയ്യുന്നത്. ട്രാം നിറങ്ങി ഇനി അടുത്ത മോണോറെയിൽ കയറണം. ഈ തറ കാണുന്ന ആരും വണ്ടിയില്ലേ? വണ്ടി പോകുന്നതല്ലേ? ഇത് മോണോറെയിലോട്ടൊക്കെ നടക്കാനുള്ള വഴിയാണ്.
നമുക്ക് പോകേണ്ടത് അറ്റ്ലാന്റിസിലാണ്. പോയിട്ട് വരാൻ വേണ്ടിയിട്ട് 20 ദിറംസ് ഒരാൾക്ക്, 2 സൈഡിലൂടെ 30 ദിറംസ്. എമിറേറ്റ്സ് NBD കാർഡ് ത്രൂ പേ ചെയ്യുകയാണെങ്കിൽ 30% നമ്മളിത് ഇപ്പോൾ മോണോറെയിലിൻ്റെ ഉള്ളിൽ കയറി. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒരു വേറെ തന്നെ രസമാണ് കേട്ടോ. നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നതാണ് പാം ജുമേറ ഐലൻഡ്. ഇതൊരു മാൻമെയ്ഡ് ഐലൻഡാണ്. ഇതിൻ്റെ ഒരു ടോപ്പ് എന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ പാമിൻ്റെ ഷേപ്പിലാണ്. ഇതിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് ഈ മോണോറെയിൽ പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ എവിടോ കറങ്ങാൻ ഇറങ്ങിയ നമ്മൾ അറ്റ്ലാന്റിസ് ദ പാമിലെത്തി. നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിറ്റ് ഇറങ്ങി നേരെ അറ്റ്ലാന്റിസ് ദ പാമിലേക്ക് നമുക്കൊന്ന് പോവാം. ബൂട്ട് റൂം കളക്ഷനോ നോക്കിയാലോ? എൻ്റെ മോനെ, മെസ്സി ഒപ്പിട്ടൊരു ടീഷർട്ടിൻ്റെ വില 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപ. ഞങ്ങൾ അറ്റ്ലാന്റിസ് ദ പാമിലൊക്കെ കയറി ക്ഷീണിച്ച് ഇതേ ചൂടാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല. അങ്ങനെ ഞങ്ങൾ ഇതേ ഇപ്പോൾ മെട്രോ സ്റ്റേഷനിൽ തിരിച്ച് വന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ല ടയേർഡായി. ഇപ്പോൾ സമയം ഇവിടുത്തെ 8 മണി. ഞങ്ങൾ തിരിച്ച് പോവാണ്. നമുക്കൊരു പബ്ലിക് ഡെയർ ചെയ്യാം. ഐ ലവ് മൈ വൈഫ് എന്ന് എല്ലാവരും ചലഞ്ച് ജയിച്ചു കഴിഞ്ഞാൽ നീ ചോദിക്കുന്ന സാധനം ഞാൻ വാങ്ങിച്ചു തരും. 2 പ്രാവശ്യം ട്രാവൽ മിസ്സായി. ഫുഡ് ഉണ്ടാക്കി കൈ മുറിഞ്ഞതാ? ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന എല്ലാവരും കാരണം ഞാൻ അതിന് തെളിവിന് വേണ്ടി റീലെടുത്തു.